Hello, good morning everyone, and welcome to the last minute preparation session presented by Tiju Academy. And today we are here to have a discussion on listening subject and before the exam. Okay, so we are in this exam week, so every exam week we will be coming up with the last minute quick discussions about the exam, about each modules, I would say. So each module name base ചെയ്തിട്ടുള്ള എല്ലാ എക്സാമിൻ്റെ വീക്കിലും വിൽ ബി ഹാവിങ് കൈൻഡ് ഓഫ് ഡിസ്കഷൻസ് അല്ലേ. സോ ഡിസ്കഷൻ സെഷൻസ് ഉണ്ടാവാറുണ്ട്. സോ അപ്പോൾ നമ്മൾ ഈ സെഷൻ്റെ ഈ വീക്കിലെ ഡിസ്കഷൻസൊക്കെ എക്സാം ഡിസ്കഷൻസൊക്കെ നമ്മൾ ഫ്രം യെസ്റ്റർഡേ ഓൺവേർഡ്സ് നമ്മൾ ബിഗിൻ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് യെസ്റ്റർഡേ വി ഹാഡ് സ്പീക്കിംഗ് സെഷൻ ആൻഡ് ടുഡേ വി ആർ ഹാവിങ് സെഷൻ ഓൺ ലിസ്ണിംഗ് സബ്ജക്റ്റ്. ഓക്കെ, സോ ഐ എം വെൽക്കം യു ഓൾ ടുവേർഡ്സ് മൈ സെഷൻസ് ആൻഡ് good morning. Hope you're having a wonderful day. Yes. So we have Chanjal. Good morning, Chanjal. Gada. Good morning, Gada. Yes. നമ്മുടെ പാർട്ടിസിപ്പൻസ് ഒക്കെ ജോയിൻ ആയിക്കൊണ്ടിരിക്കുന്നു. ലെറ്റ്സ് വെയിറ്റ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ് ഫോർ പാർട്ടിസിപ്പൻസ് ടു ജോയിൻ. യെസ്, എന്തൊക്കെയാണ് എക്സാം വിശേഷങ്ങൾ? ലെറ്റ് മീ നോ. വി ആർ ഗോയിങ് ടു അറ്റൻഡ് ദ എക്സാം ഓൺ ഓഗസ്റ്റ് 3rd എക്സാം അറ്റൻഡ് ചെയ്യുന്നവർ ആരൊക്കെയാണ്? ഐ തിങ്ക് വി ആർ ഗോയിങ് ടു ഹാവ് എക്സാംസ് ഓൺ ഓഗസ്റ്റ് 3rd അല്ലേ? ആരൊക്കെയാണ് ഓഗസ്റ്റ് 3rd എക്സാം എഴുതാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവർ? സോ പ്രോപ്പറായിട്ടുള്ള പ്രാക്ടീസ് സെഷനും കറക്റ്റായിട്ടുള്ള മെറ്റീരിയൽ എക്സ്പോഷേഴ്സും ഒക്കെ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഐ ഹോപ്പ് സോ. മെറ്റീരിയൽ എക്സ്പോഷറും പ്രാക്ടീസ് മെത്തേഡ്സും ഒക്കെ പ്രോപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വി ക്യാൻ ഗീവ് എ ഗോ. നമുക്ക് നല്ലൊരു ട്രൈ നമുക്ക് അവിടെ എക്സാം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പ്രോപ്പർ ആൻഡ് കോൺഫിഡൻറ്റ്. യെസ്, സ്പീക്ക് ലൗഡ് മൺ കാൻ ഹിയർ. യെസ്, Preeta, I think we have a... Yes. Am I here now? Am I audible? Good morning Dinita. Chaya, thank you for the response. How's it now? As the sound is clear? Am I loud? Yep. Yes. Okay, so നമ്മുടെ പാർട്ടിസിപ്പൻസ് ഒക്കെ ജോയിൻ ആയിക്കൊണ്ടിരിക്കുന്നു. സോ നമുക്ക് എക്സാമിൻ്റെ ഡിസ്കഷൻസ് ആണെന്ന് പറയുന്നു. സോ എവ്രി വീക്കിലും യെസ് ജയ, താങ്ക് യു സോ മച്ച്. സോ ഇൻ എവ്രി വീക്ക് നമ്മൾ ലിസണിങ്ങിൻ്റെ വീക്ക്ലി സെഷൻസ് ആയിട്ട് വരാറുണ്ട്. ടുഡേ നമ്മൾ എക്സാം ഓറിയൻറ്റഡ് സെഷനാണ്. എക്സാം എന്താണ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വി ഹാവ് ബീൻ ഡിസ്കസിങ് അബൌട്ട് പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി, ദ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ്, ഹൗ ടു റീഡ് ദ ക്വസ്റ്റ്യൻസ്, ഹൗ ടു പ്രിപ്പയർ ഡ്യൂറിങ് ദ റീഡിങ് ടൈം. സോ വി ഹാവ് ഡിസ്കസ്ഡ് ഓൾ കൈൻഡ് ഓഫ് ടെസ്റ്റ്. ഓക്കെ, ചഞ്ചല സേ നേരത്തെ റീഡിങ് ലൈവ് കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ ഓക്കെ ലെറ്റ് മീ ഇൻഫോം ആൻഡ് ചെക്ക്. ഓക്കെ, സോ നമുക്കതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് നടത്താം ചഞ്ചൽ. യെസ്, ഓഫ് കോഴ്സ് വിൽ ഡു. ഓക്കെ, സോ ദീപ ഗുഡ് മോർണിംഗ്. യെസ്, ഗുഡ് മോർണിംഗ്. ഓക്കെ, സോ നമ്മൾ അപ്പോൾ അങ്ങനെയുള്ള ഡിസ്കഷൻസ് നമ്മൾ നടത്തുന്നുണ്ട്. ആൻഡ് ഐ ഹോപ്പ് ലാസ്റ്റ് സെഷനിൽ നമ്മൾ കൈൻഡ് ഡിസ്കഷൻ വി ഹാഡ് എ ഡിസ്കഷൻ ഓൺ പാർട്ട് എ. സോ ഈ ഒരു തേഴ്സ്ഡേ നമ്മൾ അതിൻ്റെ ഒരു സെക്കൻഡ് സെഷൻ ആയിരിക്കും വന്നിരിക്കുക. സോ അവിടെ നമ്മൾ പാർട്ട് എനെ പറ്റിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഹൗ ടു റീഡ് പാർട്ട് എ, ഹൗ ടു പ്രിപ്പയർ ഫോർ പാർട്ട് എ, ആൻഡ് കൈൻഡ് ഓഫ് ഗെസ്സിങ്, എങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഗെസ്സിങ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഈ കാര്യങ്ങളെല്ലാം നമ്മളവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ ഈ കമ്മിങ് തേഴ്സ്ഡേയിൽ, അതായത് 2 days ആഫ്റ്റർ, ഓക്കെ, ഇന്ന് ട്യൂസ്ഡേ, നാളെ വെനസ്ഡേ ആൻഡ് മറ്റന്നാൾ നമ്മൾ ഡേ ബിഫോർ ടുമോറോ വി വിൽ ബി ഹാവിങ് എ ഡീറ്റെയിൽഡ് പ്രാക്ടീസ് സെഷൻ ഓഫ് പാർട്ട് എ. സോ ഈ ഒരു സെഷൻ കാണുന്നവർ ആ ഒരു സെഷനും കൂടെ അറ്റൻഡ് ചെയ്തേക്കുക. ബിക്കോസ് യു ഗെറ്റ് എ ബെറ്റർ ഐഡിയ റിഗാർഡിങ് പാർട്ട് എ. ഓക്കെ, സോ ഇന്ന് നമ്മൾ എക്സാമിൻ്റെ ഡിസ്കഷൻ ആണെന്ന് പറഞ്ഞല്ലോ. ആൻഡ് ഓഫ് കോഴ്സ് പ്രിപ്പറേഷൻ എന്നുള്ളത് നമ്മൾ ഈ ഒരു 1 or 2 months എക്സാം പ്രിപ്പറേഷൻ വി ഹാഡ്. ഓക്കെ, നമുക്കൊരു ബെറ്റർ പ്രിപ്പറേഷൻ കിട്ടി കാണും. ആൻഡ് ഐ സെഡ് ഏർലിയർ വി ഹാഡ് സം
better kind of material exposure, and we had some practice sessions. Okay, better practice session. So ആ ഒരു എക്സ്പീരിയൻസിലാണ് നിങ്ങൾ എക്സാം എഴുതാനായിട്ട് പോകുന്നത്. സോ വി ഹാവ് ദി നോളജ്, വി ഹാവ് ദി കോൺഫിഡൻസ് എല്ലാം ഉണ്ട്. സോ അതൊട്ടും ഡ്രെയിൻ ഔട്ടായി പോവാതെ തന്നെ, കോൺഫിഡൻസ് ഒട്ടും ഡ്രെയിൻ ഔട്ടായി പോവാതെ തന്നെ പോയി എക്സാം അറ്റൻഡ് ചെയ്യുക. ബിക്കോസ് ടെൻഷൻ can cause strain out. ഓക്കെ, നിങ്ങളുടെ ടെൻഷൻ മേ ലെറ്റ് ടു ലാക്ക് ഓഫ് കോൺഫിഡൻസ്. അതാണ് എനിക്ക് പറയാനുള്ളത്. സോ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ പോവുക. സോ നമ്മളെല്ലാം, നമ്മുടെ പാട്ടെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഓഫ് കോഴ്സ് അൾട്ടിമേറ്റ്ലി നമുക്ക് എന്താണെങ്കിലും തേർഡിന് നമ്മൾ എക്സാം എടുത്തിട്ടുണ്ട്. വി ഹാവ് ടു അറ്റൻഡ്, അല്ലേ? അത് നമ്മൾ നടക്കേണ്ട കാര്യം തന്നെയാണ്. സോ ടെൻഷൻ അടിച്ച് അതിൻ്റെ അകത്തെ കോൺഫിഡൻസ് കളഞ്ഞിട്ട് ആൻസേഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് നിങ്ങൾ തന്നെ കൊണ്ടെത്തിക്കാതിരിക്കുക. മെൻ്റലി പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാറുള്ളത്. മെൻ്റലി പ്രിപ്പയർഡ് ആയിട്ട് എക്സാമിന് പോവുക. ബാക്കി എല്ലാ പ്രിപ്പറേഷനും യു ഹാഡ്, നിങ്ങൾ കറക്റ്റായിട്ടുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സോ മെൻ്റലി പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക വിത്തൗട്ട് എനി ടെൻഷൻ അടിക്കാനുള്ളൊരു സെക്കൻഡ് ഗ്യാപ്പ് പോലും കൊടുക്കാൻ പാടില്ല. എല്ലാ ഗ്യാപ്സിലും നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് വായിക്കുകയും അതിന് റെസ്പോണ്ട് ചെയ്യുകയും അങ്ങനെയുള്ളൊരു ഗ്യാപ്പിൽ പോയിക്കൊണ്ടിരിക്കുക. ടെൻഷൻ അടിച്ച് സ്റ്റക്കായി പോകരുത്. ഈഫ് നമ്മൾ എവിടെയെങ്കിലും സ്റ്റക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓക്കെ, സോ നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ, ജസ്റ്റ് മൂവ് ഫോർവേഡ്. കോൺസെൻട്രേറ്റ് ഓൺ ആൻസറിങ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഗീവ് ഫോക്കസ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അത്രേ ഉള്ളൂ. അതിനകത്ത് സ്റ്റക്കായി പോകേണ്ട ആവശ്യങ്ങളോ ടെൻഷൻ അടിക്കേണ്ട ആവശ്യങ്ങളോ ഒട്ടുമില്ല. ഓക്കെ, അത് മനസ്സിൽ വേണം. സോ മെൻ്റലി പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. മെൻ്റലി പ്രിപ്പയർഡ് ആവുന്നത് പോലെ തന്നെയാണ് നമുക്ക് അക്കാദമിക് കൺസേൺസിലുള്ള ക്ലാരിറ്റിയും കൂടി വരുത്തുക എന്നുള്ളത്. സോ ലെറ്റ് മീ നോ ഇൻ ദി കമൻറ്റ് ബോക്സ് വാട്ട് ആർ യുവർ ഡൗട്ട്സ് റിഗാർഡിങ് പാർട്ട് എ, ബി ആൻഡ് പാർട്ട് സി ആസ് വെൽ. എന്തൊക്കെയാണ് നിങ്ങളുടെ ഡൗട്ട്സ് എന്നൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഐ കെൻ ക്ലാരിഫൈ. സോ നമുക്കിന്ന് നമ്മുടെ ടൈറ്റിൽ കണ്ടില്ലേ, ലെറ്റ്സ് ഹാവ് എ ക്വിക്ക് ഡിസ്കഷൻ ബിഫോർ ദി എക്സാം എന്നാണ്. സോ ആ ഡിസ്കഷൻ മീൻസ് 2 parties ആർ ഇൻവോൾവ്. 2 പാർട്ടീസിൻ്റെയും 2 ടീമിൻ്റെയും ഇൻവോൾവ്മെൻറ്റ് അവിടെ വേണം. സോ ആസ്ക് മീ യുവർ ക്വസ്റ്റ്യൻസ്, ഷെയർ മീ യുവർ ഡൗട്ട്സ് ആൻഡ് ഐ വിൽ ബി റിപ്ലൈയിങ് ആൻഡ് വി വിൽ ബി having a discussion on that. Okay, so hope you got an idea about what is going to happen. Okay, so this is going to happen. നമ്മളെ ഡിസ്കഷനാണ് നടക്കാൻ പോകുന്നത്. യെസ് ചഞ്ചൽ, യെസ് യു ആർ വെൽക്കം. വിജേഷ്, യെസ് ഗുഡ് മോർണിംഗ് വിജേഷ്. I hope everybody is ready for a discussion. So let me know your doubts. Yes. Yes, good morning. Good morning, God's lover. Yes, okay. So we are having a quick discussion on listening and നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ എല്ലാവരും ലിസണിങ്ങിൻ്റെ നോർമൽ ലൈവ് ആയിക്കോട്ടെ, എക്സാം ലൈവ് ആയിക്കോട്ടെ, ജനറലി വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് അബൌട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്സ്. സോ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് എന്നുള്ള കോണ്ടെക്സ്റ്റിൽ തന്നെ നമുക്ക് തുടങ്ങാം. സോ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ആർ യൂഷ്വലി ആർ ദി കൺസേൺ ഓഫ് പാർട്ട് എയുടെ കൺസേൺ ആണ് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് എന്ന് പറയുന്നത്. സോ ഇൻ പാർട്ട് എ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് എന്ന് പറയുന്നത് OET സം കൈൻഡ് ഓഫ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് വിച്ച് ആർ, നമ്മൾ എഴുതുന്ന സ്പെല്ലിംഗ് മിസ്റ്റേക്സിന് കാരണം നമ്മുടെ വേർഡിൻ്റെ പ്രൊനൗൺസിയേഷനിലോ മീനിങ്ങിലോ ചേഞ്ച് ആവുന്നില്ലെങ്കിൽ ദീസ് ആർ അക്സെപ്റ്റബിൾ.
അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ആൻഡ് ദിസ് റൂൾ ഈസ് ഓൺലി അക്സെപ്റ്റബിൾ ഫോർ ടെർമിനോളജീസ്, മെഡിക്കൽ ടെർമിനോളജീസ് വിച്ച് ഹാസ് കോംപ്ലെക്സ് സ്പെല്ലിംഗ് ഉള്ള അല്ലെങ്കിൽ അൺഫെമിലിയർ ആയിട്ടുള്ള എല്ലാ പ്രൊഫഷണൽസിനും അങ്ങനെ അത്രയ്ക്ക് ഫെമിലിയർ അല്ലാത്ത, ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് അല്ലാത്ത ടേംസിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ആർ അക്സെപ്റ്റബിൾ ഇഫ് ഇറ്റ് ഇസ് ഡസൻറ്റ് അഫക്റ്റ് ദി പ്രൊനൗൺസിയേഷൻ ആൻഡ് മീനിങ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ വേർഡ്. ആ വേർഡിൻ്റെ മീനിങ്ങിനോ പ്രൊനൗൺസിയേഷനോ അഫക്റ്റ് ചെയ്യാത്ത സ്പെല്ലിംഗ് മിസ്റ്റേക്സുകളാണെങ്കിൽ വിച്ച് ആർ അക്സെപ്റ്റബിൾ. ബട്ട് റിമെമ്പർ ദിസ് ഇസ് നോട്ട് അക്സെപ്റ്റബിൾ ഫോർ ബേസിക് മെഡിക്കൽ ആൻഡ് കോമൺ ടേംസ്. ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ ആൻഡ് കോമൺ ടേംസിൻ്റെ സ്പെല്ലിങ്ങുകളിൽ ഇത് അക്സെപ്റ്റബിൾ അല്ല. മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം മെഡിക്കൽ മാത്രമല്ല, കാഷ്വൽ ആയിട്ടുള്ള ചില നോർമൽ ആയിട്ടുള്ള കോമൺ മെന്നും കൂടി യൂസ് ചെയ്യുന്ന ചില ടേംസ് നമുക്ക് ആൻസേഴ്സ് ആയിട്ട് വരാം. ലൈക്ക് സിഗരറ്റ്സ്, കോഫി, കഫീൻ, ഡയറി പ്രോഡക്ട്സ്, ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ സ്പെല്ലിങ് കറക്റ്റായിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള സ്പെല്ലിങ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. ബിക്കോസ് ഡയറി എന്ന് വരുമ്പോൾ തന്നെ ഡയറി DIARY ഡയറി ഉണ്ട്, DAIRY ഡയറി ഉണ്ട്. സോ ബോത്ത് ഹാസ് ഡിഫറെൻറ്റ് മീനിങ്. ഓക്കെ, സോ നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ BP ഡയറി എന്നാണെങ്കിൽ അതിൻ്റെ സ്പെല്ലിങ് വരുന്നത്, ലെറ്റ് മീ ഹാവ് എ നോട്ട് ഇൻ ദിസ്. സോ BP ഡയറി എന്നാണെങ്കിൽ അതിൻ്റെ സ്പെല്ലിങ് വരുന്നുണ്ടാവുക DIARY എന്നായിരിക്കും. ഓക്കെ, BP diary. So what the case of dairy products? Dairy products എന്നാണെങ്കിൽ DAIRY ഡയറി ആയിരിക്കും ഡയറി പ്രോഡക്ട്സിൻ്റെ സ്പെല്ലിങ് വരുന്നുണ്ടാവുക. സോ വാട്ട് ദ ഡിഫറൻസ്? DAIRYയും DIARYയും ആണ് ഡയറിൻ്റെ മീനിങ്. ഇത് ഡയറി നോട്ട്, നമ്മൾ എഴുതുന്ന റെക്കോർഡിനെയാണ് നമ്മൾ ഈ ഡയറി കൊണ്ട് മീൻ ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് മിൽക്ക് പ്രോഡക്ട്സ്. ഇത് കോമൺ ആയിട്ടും എല്ലാവരും മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു ഏരിയയാണ് ഡയറി. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സിഗരറ്റിൻ്റെ സ്പെല്ലിങ് ഇപ്പോഴും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. നിങ്ങൾക്ക് സിഗരറ്റിൻ്റെ സ്പെല്ലിങ് നോട്ട് ഡൗൺ ചെയ്യുക, ദെൻ ഗൂഗിൾ ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള സ്പെല്ലിങ് എന്താണെന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾ എഴുതിയ സ്പെല്ലിങ് കറക്റ്റായിട്ടാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അല്ലാന്നുണ്ടെങ്കിൽ അത് പഠിക്കുക. യൂഷ്വലി ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് എക്സാമിനൊക്കെ വരുന്ന ആൻസേഴ്സ് ആണ്, വേർഡ്സ് ആണ്. ഡയറി, സിഗരറ്റ്, കഫേൻ, അങ്ങനെയുള്ള കോമൺ ടേംസ്, ടീസ്, ഹെർബൽ ടീസ്, അങ്ങനെയുള്ള കോമൺ ടേംസൊക്കെ നമുക്ക് യൂഷ്വലി നമ്മൾ എക്സാംസിന് കണ്ടുവരാറുള്ള അല്ലെങ്കിൽ പ്രാക്ടീസിനൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരാറുള്ള ടേംസാണ്. ഇങ്ങനെയുള്ള ടേംസിൻ്റെയൊക്കെ കറക്റ്റ് എക്സാക്റ്റുള്ള, അതുപോലെ തന്നെ ഇതിപ്പം കോമൺ ടേംസ് ആണ്. അതുപോലെ തന്നെ മെഡിക്കൽ ടേംസും യൂഷ്വലി വരാറുള്ള കൊളസ്ട്രോൾ, പാരസെറ്റമോൾ, അങ്ങനെയുള്ള ആൻറ്റിബയോട്ടിക്, ആൻറ്റി ഡിപ്രസൻസ്, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ ടേംസ് ആണ്. അപ്പോൾ ഇതിൻ്റെയും ഒക്കെ സ്പെല്ലിങ്ങുകൾ നിങ്ങൾ ആക്യുറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കണം എന്നുള്ളത് ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ്. അത് മനസ്സിൽ വെച്ചേക്കാം. ആൻഡ് ഗാഥ ഹാസ് എ ക്വസ്റ്റ്യൻ. പാർട്ട് എയിൽ നമ്പേഴ്സ് എഴുതുമ്പോൾ ലെറ്റേഴ്സിൽ എഴുതണോ ലൈക്ക് 2 3 2 times or 2 times? ബോത്ത് ആർ അക്സെപ്റ്റബിൾ. രണ്ടും അക്സെപ്റ്റബിൾ ആണ്. മീനിങ് കൺവേ ചെയ്താൽ മാത്രം മതിയാവും. ഓക്കെ, സോ ബോത്ത് ആർ അക്സെപ്റ്റബിൾ ഇഫ് ഇറ്റ്സ് കൺവേസ് ദി കറക്റ്റ് മീനിങ്. എക്സാക്ട് മീനിങ് കൺവേ ചെയ്യുന്ന എന്ത് വേണേലും നമുക്ക് എഴുതാം. ഗാഥ പറഞ്ഞ 2 ഓപ്ഷൻസും ക്ലിയർ ആണ്. സോ ഞാനിവിടെ മെൻഷൻ ചെയ്യാം. 2 times എന്നോ ഓർ 2 times എന്നോ നമുക്ക് എഴുതാം. ഓർ ചില ആൾക്കാർ 2 times എന്ന് എഴുതും. ഓക്കെ, ഇതിലേതാണോ നിങ്ങൾ എഴുതുന്നത് എല്ലാം കറക്റ്റ് തന്നെയാണ്, എല്ലാം കറക്റ്റാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കേണ്ട കാര്യം, ഈ ഒരു കാര്യമാണ് കുറച്ചുകൂടി ലെസ് ടൈം എടുത്ത് നമുക്ക് എഴുതാൻ പറ്റുന്നത്. 2 times എന്ന് എഴുതുന്നതിനെക്കാട്ടിലും നമുക്ക് കുറച്ച് ടൈം മതി 2 times എന്ന് എഴുതിയിട്ട് തീരാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ കുറച്ചുകൂടി ക്ലെവറായിട്ട് ചിന്തിക്കുമ്പോൾ അത് എഴുതുന്നതാണ് നമുക്ക് കുറച്ചുകൂടി എന്തെന്ന് പറയുന്നത് ടൈം കുറച്ചേ എടുക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ ഏറ്റവും റിക്വയർഡ് ആയിട്ടുള്ളത് ടൈം മാനേജ്മെൻറ്റ് സ്കിൽസ് ആണ്, അലോങ് വിത്ത് അവർ റൈറ്റിംഗ് ആൻഡ് ലിസണിങ് ആൻഡ് റീഡിങ് സ്കിൽസ് ആസ് വെൽ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടുന്ന കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ് എന്നുള്ളത്. അപ്പം ടൈം മാനേജ് ചെയ്ത് ഏത് എഴുതാൻ പറ്റുമോ അത് പ്രിഫർ ചെയ്യുക കേട്ടോ ഗാഥ. ഓക്കെ, ഗാഥ മാത്രമല്ല എല്ലാവരും. ചഞ്ചൽ ഇസ് ആസ്കിങ് ബ്രിട്ടീഷ് ആക്സൻസ് തന്നെ എഴുതണോ അമേരിക്കൻ ആക്സൻറ്റിൽ എഴുതിയാൽ ആൻസർ റോങ് ആവോ? ആക്ച്വലി ചഞ്ചൽ ഇസ് ആസ്കിങ് അബൌട്ട് ബ്രിട്ടീഷ് ലാംഗ്വേജ്, അല്ല ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഓർ അമേരിക്കൻ ഇംഗ്ലീഷ്. ആക്സെൻ്റ് എന്നുള്ളത് പ്രൊനൗൺസിയേഷൻ ആണ്. ഓക്കെ, പ്രൊനൗൺസിയേഷൻ നമ്മൾ കേൾക്കുന്ന കാര്യത്തിലല്ലേ ഉള്ളത്. എനിക്ക് മനസ്സിലായത് ചഞ്ചൽ ഇസ് ആസ്കിങ് അബൌട്ട്
ദി ഇംഗ്ലീഷ് ടേംസ് സ്പെല്ലിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പം ബ്രിട്ടീഷ് സ്പെല്ലിംഗ് പ്രൊവൈഡ് ചെയ്യണോ അമേരിക്കൻ സ്പെല്ലിംഗ് പ്രൊവൈഡ് ചെയ്യണോ എന്നുള്ളതാണ്. സോ ആക്ച്വലി ബോത്ത് ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻ സ്പെല്ലിംഗ് കൺവെൻഷൻസ് ആർ അക്സെപ്റ്റബിൾ ഇൻ ലിസ്ണിംഗ് മൊഡ്യൂൾ. ലിസ്ണിംഗ് മൊഡ്യൂൾ രണ്ട് കൺവെൻഷൻസും എന്താണ്, രണ്ട് സ്പെല്ലിങ്ങുകളും അക്സെപ്റ്റബിൾ ആണ്. ഇപ്പം നമ്മൾ മൊബിലൈസേഷൻ എന്നുള്ളിടത്ത് എസ്ഒ സെഡോ നമുക്ക് എഴുതാം. ലിസണിങ്ങിന് കോഴ്സ് അത് ശ്രദ്ധിക്കുക, ലിസണിങ്ങിന് അത് അക്സെപ്റ്റബിൾ ആണ് കേട്ടോ. റൈറ്റിങ്ങിൻ്റെ പാട്ടല്ല. റൈറ്റിങ്ങിൽ നമ്മൾ ഒരു ഇംഗ്ലീഷിൽ തന്നെ നമ്മൾ എഴുതണം. ഫോമാറ്റും അതിനകത്ത് വരുന്ന സ്പെല്ലിങ്ങുകളും ഒക്കെ ഒരു ലാംഗ്വേജിൽ തന്നെ ഒരു സ്പെല്ലിങ്ങിൽ തന്നെ എഴുതി പോകണം എന്നുള്ളത് ഇറ്റ്സ് മാൻഡേറ്ററി. പക്ഷേ ലിസണിങ്ങിനല്ല, അങ്ങനെയല്ല. ബോത്ത് കൺവെൻഷൻസ് ആർ അക്സെപ്റ്റബിൾ. ലൈക്ക് ഡയറിയ, ഹീമോഗ്ലോബിൻ, ദെൻ നമുക്കുള്ളത് എന്താ, ഡയറിയ, ഹീമോഗ്ലോബിൻ, ലുക്കീമിയ, ഇങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് രണ്ട് സ്പെല്ലിങ്ങുകളില്ലേ. അപ്പം ഈ ഏരിയയിൽ ഈ രണ്ട് കറക്റ്റായിട്ടുള്ള ബ്രിട്ടീഷ് സ്പെല്ലിംഗ് ഓർ അമേരിക്കൻ സ്പെല്ലിംഗ് അത് രണ്ടിൽ ഏതാണോ ഏതെങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്താൽ മതി. അക്സെപ്റ്റബിൾ ആയിരിക്കണം എന്നേ ഉള്ളൂ. ഓക്കെ, ഹോപ്പ് യു ഗോട്ട് ദി ഐഡിയ ചഞ്ചൽ. Then Jayaprada, part C is difficult for me because I am not sure if the audio skip to the next question. Yes, part Cയിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രഗിളാണ് ക്വസ്റ്റ്യൻ ഷിഫ്റ്റ് മനസ്സിലാക്കാതെ പോവുക എന്നുള്ളത്. ഓക്കെ, വി കാണ്ട് ഐഡൻറ്റിഫൈ ഇഫ് ദ ക്വസ്റ്റ്യൻ ഹാസ് ഷിഫ്റ്റ് ടു ദി നെക്സ്റ്റ് വൺ. ഓക്കെ, ഓഡിയോയിൽ അടുത്ത ക്വസ്റ്റ്യൻ പാർട്ടിലേക്കുള്ള നമ്മൾ അടുത്ത് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യനിലേക്കുള്ള ഏരിയയിലേക്ക് ഓഡിയോയും സ്കിപ്പ് ചെയ്തോ ഷിഫ്റ്റ് ആയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ, ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദിസ് ഷിഫ്റ്റ് ഇൻ ദി ഓഡിയോ യു ഹാവ് ടു കൺസിഡർ ടു തിങ്സ്. മെയിനായിട്ട് നമ്മൾ രണ്ട് കാര്യമാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇൻ ഒഫീഷ്യൽ സാമ്പിൾസ് ആൻഡ് ഇൻ ദി എക്സാം മെറ്റീരിയൽ ആസ് വെൽ വി വിൽ ബി ഹാവിങ് എ പോസ് ബിറ്റ്വീൻ ഈച്ച് സെഷൻ. അടുത്ത ക്വസ്റ്റ്യനിലെ പോർഷന് മുന്നേ അവിടെ ഒരു പോസ് ഉണ്ടാവും. ഓക്കെ, അതായത് പാർട്ട് സിയിൽ നമുക്ക് ഇൻ്റർവ്യൂവിലാണെങ്കിൽ, ഇൻ്റർവ്യൂ എക്സ്ട്രാക്റ്റ് ആണെങ്കിൽ വി ക്യാൻ ഐഡൻറ്റിഫൈ ദാറ്റ് ദ ക്വസ്റ്റ്യൻ ഹാസ് സ്കിപ്ഡ്. ഓഡിയോയിൽ ക്വസ്റ്റ്യൻ തന്നെ ഓഡിയോയിൽ സ്കിപ്പായിട്ടുണ്ട്, ഐ മീൻ ഷിഫ്റ്റ് ആയിട്ടുണ്ടെന്ന് വി ക്യാൻ ഐഡൻറ്റിഫൈ വിത്ത് ദി ക്വസ്റ്റ്യൻ ആസ്ക്ഡ് ബൈ ദി ഇൻ്റർവ്യൂവർ. ഇൻ്റർവ്യൂവർ ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്നും നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അല്ലേ. ഇൻ്റർവ്യൂവർ അവിടെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചാൽ സോ വി ക്യാൻ ഓൾസോ ഷിഫ്റ്റ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. ബട്ട് കമ്മിങ് ടു ദി പ്രസൻറ്റേഷൻ എക്സ്ട്രാക്ട് ദർ ഇസ് നോ ഇൻഡിക്കേഷൻസ്. അവിടെ വേറെ ഇൻഡിക്കേഷൻസ് ഒന്നുമില്ല അതർ ദാൻ സ്മോൾ പോസസ്. ചെറിയ പോസസ് ഒഴികെ അവിടെ വലിയ ഇൻഡിക്കേഷൻസ് ഒന്നുമില്ല. ബിക്കോസ് പ്രസൻറ്റേഷൻ എക്സ്ട്രാക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് സ്പീച്ച് എന്ന് പറയുന്നത് സ്ട്രക്ചേർഡ് ആണ്. സ്ട്രക്ചേർഡ് മീൻസ് ഓർഗനൈസ്ഡ് ആയിട്ട് അവർ സംസാരിക്കത്തുള്ളൂ. ദെൽ ബി ആൻ ഇൻട്രഡക്ഷൻ ടു ദ ഫസ്റ്റ് ടോപ്പിക്, then second topic, then third topic and the last conclusion or a summary. ഈ രീതിയിൽ അവർ സ്ട്രക്ചർ ചെയ്ത് തന്നെയാണ് അവർ സംസാരിക്കുന്നുണ്ട്. ആൻഡ് വി ഹാവ് ടു ലിസൺ ടു എ നേറ്റീവ് സ്പീക്കർ. സോ ഈ ടൈമിൽ നിങ്ങൾ അവരെ ശ്രദ്ധിക്കുമ്പം, ഇനിയാണെങ്കിലും ഒരു ഓഡിയോ എടുത്ത് ശ്രദ്ധിച്ച് നോക്കുക. ഓരോ ക്വസ്റ്റ്യനും കഴിയുന്നതിന് മുന്നേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഒരു ക്വസ്റ്റ്യൻ്റെ പോർഷൻ അവരവിടെ കഴിയുമല്ലോ. അതിനുശേഷം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ ദർ വിൽ ബി എ സ്മോൾ പോസ്, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു ചെറിയ സെക്കൻഡ് ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടാവും. 1 സെക്കൻഡ് ഒക്കെ ഉള്ളൊരു ഗ്യാപ്പ് അവിടെ ഉണ്ടാവും. ആ ഗ്യാപ്പിന് ശേഷം ഒരു ബ്രത്ത് എടുക്കുന്ന സമയമുണ്ടല്ലോ, ഒരു ബ്രത്തൊക്കെ എടുത്തിട്ടുള്ള സമയത്തിന് ശേഷമാണ് നെക്സ്റ്റ് പോർഷൻ, നെക്സ്റ്റ് ടോപ്പിക് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ ഐഡൻറ്റിഫൈ ദാറ്റ് പോസ് ആൻഡ് ഫോളോ ദ പോസ്. ഓക്കെ, ആ പോസ് ഫോളോ ചെയ്ത് മുന്നോട്ടേക്ക് പോവാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്, നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ എന്നുള്ള ടോപ്പിക് വേർഡ് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കും അല്ലേ. യൂഷ്വലി ഇൻ പാർട്ട് സിയിൽ ക്വസ്റ്റ്യൻ എന്നുള്ളൊരു മെയിൻ ആയിട്ടുള്ളൊരു ടോപ്പിക് വേർഡ് ഉണ്ടായിരിക്കും. അതായത് നമ്മൾ ഓപ്ഷൻസിലെ കീവേഡ്സ് അണ്ടർലൈൻ ചെയ്യുന്നത് പോലെ തന്നെ ക്വസ്റ്റ്യനിലെയും കീവേഡ്സ് നമുക്ക് അണ്ടർലൈൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അണ്ടർലൈൻ ചെയ്യണം, ദാറ്റ്സ് മാൻഡേറ്ററി. ഓക്കെ, അപ്പോൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക, ക്വസ്റ്റ്യൻ എന്നുള്ള കീവേഡ് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അപ്പോൾ പ്രസൻറ്റേഷൻ എക്സ്ട്രാക്റ്റിൽ അത് എങ്ങനെയാണ് ബെനിഫിഷ്യൽ ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കീവേഡാണ് അവിടുത്തെ ടോപ്പിക്ക്. ഓക്കെ, നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത കീവേഡ് ആയിരിക്കും അവിടുത്തെ ടോപ്പിക്ക്. സോ ആ കീവേഡ് വെച്ചിട്ട്, ആ ടോപ്പിക് വേർഡ് വെച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പാരഫ്രൈസിങ് വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ ആ ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ഹോപ്പ് യു ഗോട്ട് ദി ഐഡിയ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേഷ്യൻ്റ് ഈസ് അൺഇൻട്രസ്റ്റഡ് ഇൻ ട്രീറ്റ്മെൻറ്റ്. സോ ദ തെറപ്പിസ്റ്റ്
ഫോക്കസ്ഡ് ഓൺ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പേഷ്യൻ്റ് അൺഇൻട്രസ്റ്റഡ് ആയപ്പം തെറപ്പിസ്റ്റ് എന്തിലേക്ക് ഫോക്കസ് ചെയ്തു എന്നുള്ളതാണ് നിങ്ങളുടെ പ്രസൻറ്റേഷൻ എക്സ്ട്രാക്റ്റിൻ്റെ ഒരു തേർഡ് ഓർ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ്. സോ നമ്മൾ എന്ത് നോട്ട് ചെയ്തു? അൺഇൻട്രസ്റ്റഡ് ഇൻ ട്രീറ്റ്മെൻറ്റ്. പേഷ്യൻ്റ് അൺഇൻട്രസ്റ്റഡ് ആണ് ട്രീറ്റ്മെൻറ്റിൽ. അതാണ് ടോപ്പിക് ഓഫ് ഡിസ്കഷൻ. അവിടുത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പേഷ്യൻ്റ് അൺഇൻട്രസ്റ്റഡ് ആണെന്നുള്ളതാണ് ആ ക്വസ്റ്റ്യനിലെ ആ പോർഷനിൽ വരുന്നത്. സോ അവരുടെ പ്രസൻറ്റേഷൻ എക്സ്ട്രാക്റ്റിൽ 2-3 പോയിൻറ്റ്സ് ശേഷം ആ പോയിന്റിലേക്ക് വരുന്നതിന് മുന്നേ അവിടെ ഒരു പോസ് ഉണ്ടാവും. ദെൻ യൂഷ്വലി ആ ഒരു പോസിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക പേഷ്യൻറ്റ്, ദെൻ സബ്സിക്വൻ്റ്ലി ദ പേഷ്യൻറ്റ് വാസ് അൺഇൻട്രസ്റ്റഡ്. ചിലപ്പോൾ അൺഇൻട്രസ്റ്റഡ് വരും ദ പേഷ്യൻറ്റ് ഹാഡ് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ട്രീറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നതെന്ന് വെച്ചോ. സോ ക്വസ്റ്റ്യൻ അങ്ങനെയാണ് തുടങ്ങുന്നത്. സബ്സിക്വൻ്റ്ലി എന്നുള്ളൊരു ടൈം വേർഡ് അവിടെ പറഞ്ഞതിന് ശേഷം patient was or Mr. X had uninterested or lack of interest in treatment. So ക്വസ്റ്റ്യനിൽ അൺഇൻട്രസ്റ്റഡ് എന്ന് കൊടുക്കുന്നു ആൻഡ് ആ പോർഷൻ തുടങ്ങുന്നത് പേഷ്യൻ്റ് ഹാഡ് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷിഫ്റ്റ് ആയി എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യമാണ് നിങ്ങൾ ഷിഫ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി കൺസിഡർ ചെയ്യേണ്ടത്. ടോപ്പിക് വേർഡ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും ആൻഡ് ഓഫ് കോഴ്സ് എന്തായിരിക്കും നമ്മൾ ആ പോസും കൂടി ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക. അഡീഷണലി നിങ്ങൾ കൺസിഡർ ചെയ്യണം മോർ ഓവർ യു ഹാവ് ടു ഫോളോ സൈൻ പോസ്റ്റിംഗ് ലാംഗ്വേജ് ഫോളോ ചെയ്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മുന്നിലേക്ക് പോകണം. സോ സൈൻ പോസ്റ്റിംഗ് ലാംഗ്വേജ് പലരും ഒരു മിസ്അണ്ടർസ്റ്റുഡ് ചെയ്ത് വെച്ചേക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ദി സൈൻ പോസ്റ്റിംഗ് ലാംഗ്വേജ് ക്യാൻ ലെഡ് ടു ദി ആൻസേഴ്സ്. ദറ്റ്സ് നത്തിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെയല്ല. സൈൻ പോസ്റ്റിംഗ് ലാംഗ്വേജ് ആൻസറിലേക്ക് ലീഡ് ചെയ്യുന്നു എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. സൈൻ പോസ്റ്റിംഗ് ലാംഗ്വേജ് സ്പീക്കറിനെ ഫോളോ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അത്രയേ ഉള്ളൂ. ഓക്കെ, സംടൈംസ് നമുക്ക് മനസ്സിലാവും സൈൻ പോസ്റ്റിംഗ് ലാംഗ്വേജ് വെച്ചിട്ട് സ്പീക്കർ പറയുന്ന കാര്യങ്ങൾ എന്താ, നെക്സ്റ്റ് കാര്യം എന്താ. ഓക്കെ, ഇത് നെഗറ്റീവാണോ പോസിറ്റീവാണോ? ഓപ്ഷനിൽ പറഞ്ഞൊരു കാര്യം പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്, പക്ഷേ നമ്മൾ സ്പീക്കറിനെ ഫോളോ ചെയ്തപ്പോൾ അത് നെഗറ്റീവാണെന്ന് മനസ്സിലായി. സോ ഇങ്ങനെയൊക്കെ കോൺട്രഡിക്ടറി ഓപ്ഷൻസും റോങ് ഓപ്ഷൻസും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ മോസ്റ്റ്ലി സൈൻ പോസ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഡസൻറ്റ് ലെറ്റ് ടു ദി ക്വസ്റ്റ്യനിലേക്ക് അത് ലീഡ് ചെയ്യുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? വി ക്യാൻ ഫോളോ ദ സ്പീക്കർ എഫക്റ്റീവ്ലി. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൈൻ പോസ്റ്റിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യേണ്ടത്. സോ അണ്ടർസ്റ്റാൻഡിങ് സൈൻ പോസ്റ്റിംഗ് ലാംഗ്വേജ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്കിൽ ദാറ്റ് യു റിക്കോർഡ് ഫോർ യുവർ പാർട്ട് സി സ്പെഷ്യലി. ഓക്കെ, അപ്പോൾ അതും കൂടി കൺസിഡർ ചെയ്ത് വേണം നിങ്ങൾ പാർട്ട് സി ഡീൽ ചെയ്യാനായിട്ട്. ഐ ഹോപ്പ് ഗാദ ഓൾസോ ഗോട്ട് സം ടിപ്സ് റിഗാർഡിംഗ് പാർട്ട് സി ബിക്കോസ് ഗാദ ആസ്ഡ് പാർട്ട് സി ടിപ്സ് ഫോർ പാർട്ട് സി ടിപ്സ്. ഓക്കെ, യെസ്. Jayaprada, have you got an idea about Part C? ഒരു ഷിഫ്റ്റ് മനസ്സിലാക്കാനുള്ള ടിപ്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വി ഹാവ് സരിക മോൾ. യെസ് സരിക, ഹായ്, ഗുഡ് മോർണിംഗ്. ചഞ്ചൽ ഗോട്ട് ആൻ ഐഡിയ? യെസ്. ഓക്കെ, പാർട്ട് സിയിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അഫ്കോഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇസ് മച്ച് മോർ ഇമ്പോർട്ടൻറ്റ്. അതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ലിസണിങ് മൊഡ്യൂളിൽ ഓക്കെ ലിസണിങ് ചെയ്താൽ മതിയല്ലോ, ഓഡിയോ ബിഗിൻ ചെയ്തിട്ടെ ഞാൻ ഓഡിയോ ഒന്ന് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്തിട്ട് ആൻസർ ചെയ്തോളാം എന്നുള്ളൊരു ഇൻറ്റൻഷനോട് കൂടി ലിസണിങ്ങിനെ അപ്രോച്ച് ചെയ്യുന്നവരുണ്ട്. ഈവൻ ഫോർ ദി എക്സാം ബാച്ചിലേക്ക് കയറിയാലും ഒരു എക്സാം പ്രിപ്പറേഷൻസ് തുടങ്ങിയാലും എക്സാം ഹോളിൽ ചെന്നാലും ഓഡിയോ തുടങ്ങിയിട്ട് ഞാൻ പ്രിപ്പയർഡ് ആയിക്കോളാം, ഓഡിയോ കേട്ടിട്ട് ഞാൻ ഇൻ്റർപ്രറ്റ് ചെയ്തോളാം എന്നുള്ളൊരു ഇതോടുകൂടിയിരിക്കും. അവരെന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ റീഡിങ് ടൈം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യത്തില്ല. സോ അത് ഒരു റോങ് ആയിട്ടുള്ളൊരു പ്രാക്ടീസ് മെത്തേഡായിട്ടാണ് ഐ വുഡ് സേ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പ്രാക്ടീസ് മെത്തേഡ് ആരെങ്കിലും ഈ ഒരു ലൈവ് കാണുന്നവർക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു പ്രാക്ടീസ് മെത്തേഡ് ഉണ്ടെങ്കിൽ പ്ലീസ് ചേഞ്ച് ഇറ്റ്. അതൊരു റോങ് പ്രാക്ടീസ് മെത്തേഡാണ്. ബിക്കോസ് റീഡിങ് ടൈം നിങ്ങൾക്ക് അഡീഷണലി തരുന്ന ടൈമാണ്. ഓക്കെ, ഓഡിയോൻ്റെ ടൈം കൂടാതെ നിങ്ങൾക്ക് ഫോർ എ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് അഡീഷണലി തരുന്ന ടൈമാണ്. ഈ സമയത്ത് നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് വായിച്ചാൽ മാത്രം പോരാ, ബി പ്രിപ്പയർഡ് ഫോർ വാട്ട് ടു ലിസൺ. എന്താണ് ലിസൺ ചെയ്യേണ്ടതെന്നുള്ളൊരു പ്രിപ്പറേഷൻ നമുക്ക് വേണം. അതായത് യു ഹാവ് ടു ഡിസൈഡ്. നമ്മൾ ഡിസൈഡ് ചെയ്യണം, ഓക്കെ ഞാൻ ഇതിനകത്ത് ഏത് സ്പീക്കറിനെയാണ് ലിസൺ ചെയ്യേണ്ടത്, വിച്ച് കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ നീഡ് ടു ബി ലിസൺഡ്. ഓക്കെ, എന്ത് കൈൻഡ് ഓഫ് ഇൻഫർമേഷനാണ് ഞാൻ ലിസൺ ചെയ്യേണ്ടത് എന്നുള്ളൊരു പ്രിപ്പറേഷനും കൂടി കൊടുത്തിരിക്കുക. സോ ദിസ് മച്ച് മോർ ബെനഫിഷ്യൽ ഫോർ യുവർ പാർട്ട് ബി. പാർട്ട് ബീൻ്റെ ഫോക്കസ് കൊടുക്കാൻ കുറച്ചുകൂടി ബെനഫിഷ്യൽ ആയിരിക്കും. അതായത് പാർട്ട് ബിയിൽ എല്ലാവരും ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുന്നു, ക്വസ്റ്റ്യൻ വായിക്കുന്നു, ഓപ്ഷൻസ് അണ്ടർലൈൻ ചെയ്തു പോകുന്നു, ദെൻ ഓപ്ഷൻസിലെ കീവേഡ്സ് അണ്ടർലൈൻ ചെയ്തു പോകുന്നു, കീവേഡ്സിന് വേണ്ടിയിട്ട്
ലിസൺ ചെയ്യണം. ഇത്രയും കാര്യമാണ് എല്ലാവരും ചെയ്യുന്നത്. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. അങ്ങനെയല്ല പ്രോപ്പറായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. വി ഹാവ് ടു റീഡ് ദി ബാക്ക്ഗ്രൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് പ്രിപ്പയർഡ് ഫോർ വാട്ട് ഇസ് ദ കോണ്ടെക്സ്റ്റ്. എന്താണ് കോണ്ടെക്സ്റ്റ്? ബാക്ക്ഗ്രൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പം ഓക്കെ, യു ഹിയർ എ കൺവെർസേഷൻ ബിറ്റ്വീൻ എ നേഴ്സ് ആൻഡ് പേഷ്യൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ പ്രിപ്പയർഡ് ആവേണ്ട രീതി എന്ന് പറയുന്നത്, so I'm going to hear a conversation between a patient and a nurse, and their tone or their language will be in a patient friendly way. അതാണ് നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കേണ്ടത്. അതായത് പേഷ്യൻറ്റും പ്രൊഫഷണലും തമ്മിലുള്ള കോൺവെർസേഷൻ ആണെങ്കിൽ അഫ്കോഴ്സ് ആ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് പേഷ്യൻറ്റ് ഫ്രണ്ട്ലി ലാംഗ്വേജിലായിരിക്കും. ആൻഡ് മോസ്റ്റ്ലി ഇഫ് ഇറ്റ് ഇസ് എ കോൺവെർസേഷൻ, നിങ്ങൾക്ക് മനസ്സിലായത് അതൊരു കോൺവെർസേഷനാണ്, 2% സ്പീച്ചാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ദാറ്റ് ഷുഡ് ബി മോസ്റ്റ്ലി, നമ്മളൊരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം കോൺവെർസേഷൻ ആണെങ്കിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ആയിട്ടുള്ള കോൺവെർസേഷൻ ആയിരിക്കും വരുന്നത്. ആൻഡ് ഐഡൻറ്റിഫൈ വിച്ച് ജെൻഡർ ഇസ് യുവർ സ്പീക്കർ. നിങ്ങളുടെ സ്പീക്കർ ഏത് ജെൻഡർ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം, മെയിൽ ഓർ ഫീമെയിൽ. സോ യു ഹാവ് ടു യു ഷുഡ് ഫോളോ ദാറ്റ് സ്പീക്കർ ഓൺലി. നമ്മൾ ആ സ്പീക്കറിനെ മാത്രം ഫോളോ ചെയ്താൽ മതി, മെയിലിനെയോ ഫീമെയിലിനെയോ മാത്രം ഫോളോ ചെയ്താൽ മതി. സോ അങ്ങനെയുള്ള പ്രിപ്പറേഷൻസ് കൂടി വരുത്തി കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഫോക്കസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ആര് എന്ത് ഡേറ്റയിൽ എന്ത് പറയുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈസി ആയിട്ട് അവിടെ പോയിട്ട് ലിസൺ ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ ജസ്റ്റ് നമ്മൾ ഓപ്ഷൻസ് വായിച്ച് പ്രിപ്പയർഡ് ആവുന്നതിന് പകരം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇങ്ങനെയുള്ളൊരു പ്രിപ്പറേഷൻ കൂടി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിലും കുറച്ചുകൂടി എഫക്റ്റീവായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ ലിസൺ ചെയ്തിട്ട് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ പാർട്ട് ബിയിൽ കൊടുക്കുക എന്നുള്ളത് ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഓഫ് കോഴ്സ് ഇൻ പാർട്ട് സി ഓൾസോ. പാർട്ട് സിയിലാണെങ്കിലും നമ്മളൊരു പ്രിപ്പറേഷൻ വേണം. അതായത് വാട്ട് കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ ഷുഡ് ബി ഹേർഡ്, എന്ത് കൈൻഡ് ഓഫ് ഇൻഫർമേഷനാണ് ഞാൻ കേട്ടിരിക്കേണ്ടത്. അതായത് ഷുഡ് ഐ ലിസൺ ഫോർ എനി കൈൻഡ് ഓഫ് കൺസേൺസ് ഓർ എ റീസൺ or an attitude of that speaker. If it is an attitude or if it is a reaction response question ആണെങ്കിൽ ഇനിഷ്യൽ റിയാക്ഷൻ ആണോ ആദ്യമേ, മോസ്റ്റ്ലി നമ്മൾ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കാണുന്നത്. ഇപ്പം ഇനിഷ്യലി, ഓൺസെറ്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇനിഷ്യലി എങ്ങനെയായിരുന്നു റെസ്പോണ്ട് ചെയ്തതെന്നാണ് കാണുന്നത്. ഓർ ആഫ്റ്റർ ദി ഇഷ്യൂ ഓർ ആഫ്റ്റർ ദി ഡയഗ്നോസിസ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഡയഗ്നോസിസിന് ശേഷമുള്ള റെസ്പോൺസ് എന്താണെന്നാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണത്. ഇങ്ങനെയുള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് ദ തിങ് ഈസ് യു ഡിഡ് ഇൻവെസ്റ്റിഗേറ്റ്, നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടില്ല ഇങ്ങനെയുള്ള കാര്യം കൂടി അതിലുണ്ട് എന്നുള്ളത്. ഓക്കെ, സോ അത് മച്ച് മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. ഇനിയുള്ള പ്രാക്ടീസിലെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തതിന് നമുക്ക് എത്ര ദിവസം കൂടിയുണ്ട്? ഇന്ന് ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ. അപ്പോൾ നമുക്കിന്ന് ഇന്നും കൂടി കൂട്ടി 3 days ആണ് പ്രാക്ടീസിന് വേണ്ടി കിട്ടുന്നത്. അപ്പോൾ ഒരു ഫെമിലിയർ മെറ്റീരിയൽ എടുത്തതിന് ശേഷം, നമുക്കറിയാവുന്ന ഒരു ടോപ്പിക്ക് ഒരു മെറ്റീരിയൽ എടുത്തതിന് ശേഷം ജസ്റ്റ് പ്രാക്ടീസ് ദീസ് തിങ്സ് ഇൻ ദാറ്റ് മെറ്റീരിയൽ. ആ ഒരു മെറ്റീരിയൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. സോ അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു മെറ്റീരിയൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ it will be easy to apply it on an unfamiliar material. Okay, so unfamiliar materialum adu endaayirikkum, easy aayirikkum. Okay, yes, Anu George, good morning Anu, how are you? Yes, Jaya got it. Jay brother, okay, you are welcome. Gada, you are welcome. Gada, previous history of liver cancer with a dash detected. Yes Gada, what's your question regarding this extract? ഈ ഒരു പോർഷനിലെ ക്വസ്റ്റ്യൻ എന്താണ് ചഞ്ചൽ? സോ എനിബഡി വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾസോ ആസ്ക്. ദിസ് ഈസ് എ ഡിസ്കഷൻ. ആൻഡ് നമ്മൾ പാർട്ട് എയിലെ കുറച്ച് കാര്യങ്ങളെ കവർ ചെയ്തിട്ടുള്ളൂ. പാർട്ട് എയിലാണ് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ബിക്കോസ് പാർട്ട് എയ്ക്കാണ് 24 marks ആർ ഫ്രം പാർട്ട് എ. സോ നമ്മുടെ ഒരു 57 marksോളം പാർട്ട് എയിൽ നിന്നാണ്. സോ യു ഹാവ് ടു ഗിവ് മോർ ഫോക്കസ് ടു പാർട്ട് എ. സോ നിങ്ങൾ എൻഷുർ ചെയ്യുക 24 marksും ഞാൻ സെക്യൂർ ചെയ്തിട്ടുണ്ട്, അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക. ആ ഒരു അപ്പം അത് നമ്മുടെ ടാർഗറ്റാണ്. 24 അച്ചീവ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ടാർഗറ്റാണ്, അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. സോ ആ ടാർഗറ്റ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. എവിടെയെങ്കിലും സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് 2 minutesൽ അറ്റ്ലീസ്റ്റ് ഒന്ന് ഗസ് ചെയ്തിട്ടെങ്കിലും അവിടെ എഴുതാനായിട്ട് നമ്മൾ ശ്രമിക്കും. സോ അറ്റൻഡ് ചെയ്യുക, 24ഉം അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് നമുക്ക് എന്തില്ല, നെഗറ്റീവ് മാർക്സ് ഇല്ല. നെഗറ്റീവ് മാർക്സ് ഇല്ലാത്തിടത്തോളം നമുക്ക് എല്ലാം അറ്റൻഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവിടെ നിന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ചഞ്ചലിൻ്റെ ക്വസ്റ്റ്യൻ വന്നില്ല. ചഞ്ചൽ, പ്രീവിയസ് ഹിസ്റ്ററി ഓഫ് ലിവർ ക്യാൻസർ വിത്ത് എ ഡാഷ്. ലിവർ ക്യാൻസറിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന സം കൈൻഡ് ഓഫ് സിംറ്റം ഓർ
ഹിസ്റ്ററി ഓഫ് ലിവർ ക്യാൻസർ വിത്ത് എ ഡാഷ്. വിത്ത് എ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ബ്ലാങ്ക് ഷുഡ് ബി ഫിൽഡ് വിത്ത് എ സിംഗുലർ കൗണ്ടബിൾ നൗൺ സ്റ്റാർട്ടിങ് വിത്ത് എ കൺസണൻറ്റ് സൗണ്ട്. ഗെസ്സിങ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അങ്ങനെയാണ്. ഇനി ചഞ്ചലിൻ്റെ ക്വസ്റ്റ്യൻ ഇതുവരെ എത്തിയില്ല. ഓക്കെ, ചഞ്ചലിന് നമുക്ക് കുറച്ച് സമയം കൊടുക്കാം. യെസ്, ആൻഡ് ജോർജ് ഹാസ് ആൻ അനദർ ക്വസ്റ്റ്യൻ. സ്പെല്ലിംഗ് മിസ്റ്റേക്സ് കൺസിഡർ ചെയ്യുക. സോ സ്പെല്ലിംഗ് മിസ്റ്റേക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തത്. സോ സ്പെല്ലിംഗ് മിസ്റ്റേക്സിനെ എല്ലാ മിസ്റ്റേക്സിനെയും കൺസിഡർ ചെയ്യത്തില്ല ആൻഡ് എല്ലാ കോണ്ടെക്സ്റ്റിലും കൺസിഡർ ചെയ്യത്തില്ല. സോ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ആർ കൺസിഡറബിൾ ഇഫ് ഇറ്റ് ഡസൻറ്റ് അഫക്റ്റ് ദി പ്രൊനൗൺസിയേഷൻ ആൻഡ് മീനിങ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ വേർഡ്. ആ വേർഡിൻ്റെ പ്രൊനൗൺസിയേഷനോ മീനിങ്ങിനെയോ ബാധിക്കാത്ത സ്പെല്ലിംഗ് മിസ്റ്റേക്സുകളാണ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്സ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ദ റൂൾ. സ്പെല്ലിംഗ് മിസ്റ്റേക്സിലെ റൂൾ ഇതാണ്. ആൻഡ് ഓഫ് കോഴ്സ് ദിസ് റൂൾ ഇസ് നോട്ട് അക്സെപ്റ്റബിൾ ഫോർ ബേസിക് മെഡിക്കൽ ആൻഡ് കോമൺ ടേംസ്. ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ ടേംസ് ഒക്കെ ഉണ്ടല്ലോ, ലൈക്ക് പാരസെറ്റമോൾ, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, ബ്ലഡ് ടെസ്റ്റ്, ഇങ്ങനെയുള്ളതിനകത്തും അതുപോലെ തന്നെ കോമൺ ടേംസ് എന്ന് പറയുന്ന സിഗരറ്റ്സ്, സ്മോക്കിംഗ്, ദെൻ ആൽക്കഹോൾ ഓർ കഫെയിൻ, ഇങ്ങനെയുള്ള ടേംസിനും ഇതെന്തല്ല, ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, ആൻഡ് സ്പെല്ലിംഗ് മിസ്റ്റേക്സിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ദെൻ ചഞ്ചൽ, പ്രീവിയസ്ലി ഹിസ്റ്ററി ഓഫ് ലിവർ ക്യാൻസർ വിത്ത് എ ഡാഷ് ഡിറ്റക്റ്റഡ്. ദേ ടോൾഡ് മീ എ ന്യൂ മാസസ് ലുക്ക് ലൈക്ക് എ ബിനൈൻ ഹെമൻജിയോമ. ഇതിൽ ഏതായിരിക്കും മാം ആൻസർ? യെസ്, ന്യൂ മാസസ് ലുക്ക് ലൈക്ക് ബിനൈൻ ഹെമൻജിയോമ എന്ന് വെച്ചാൽ എന്താണ് ചഞ്ചൽ? ന്യൂ മാസസ് ആണോ? ന്യൂ മാസസ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ആൻസർ ആവോ? ടോൾ മീ ദ ന്യൂ മാസസ് എന്ന് പറയുന്നത് മുകളിലേക്ക് ആൻസർ ആകത്തില്ല. ബിക്കോസ് ചഞ്ചലിൻ്റെ ക്വസ്റ്റ്യൻ ഞാനിവിടെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പ്രീവിയസ് ക്യാൻസർ വിത്ത് എ ന്യൂ ഡാഷ് എന്നല്ലേ തന്നിരിക്കുന്നത്, ഡിറ്റക്റ്റഡ്. ഇവിടെ ഞാൻ ഇപ്പം ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇവിടെ വരേണ്ടത് എന്താ? ഇവിടെ വരേണ്ടത് സിംഗുലർ കൗണ്ടബിൾ നൗൺ ആണ് എന്ന് പറഞ്ഞു. ഓക്കെ, സിംഗുലർ ആയിരിക്കും, കൗണ്ടബിൾ ആയിരിക്കും. ഈ മാസസ് എന്നാണ്, എക്സാക്ട്ലി മാസസ് എന്നാണെങ്കിൽ അതവിടെ വരത്തില്ല കേട്ടോ. മാസസ് എന്ന് പറയുന്നത് എന്താ? പ്ലൂറലാണ്. അപ്പോൾ മാസസ് അവിടെ വരത്തില്ല. അപ്പോൾ എക്സാക്ട്ലി ലുക്ക് ലൈക്ക് എ ബിനൈൻ ഹെമൻജിയോമ എന്നുള്ളതാണെങ്കിൽ അത് മോസ്റ്റ് പ്രോബബ്ലി അതാണ് കൂടുതൽ ആൻസർ ആവാനുള്ള ചാൻസ് ഈ കോണ്ടെക്സ്റ്റിൽ. ഇപ്പോൾ എനിക്ക് ചഞ്ചലിന് ഇപ്പോൾ മിസ്റ്റേക്ക് പറ്റിയതാണെങ്കിൽ വിത്ത് എ ന്യൂ മാസ് എന്ന് മാത്രമാണ് നിങ്ങളുടെ ഓഡിയോയിൽ പറയുന്നത്. വിത്ത് എ ന്യൂ മാസ് എന്ന് മാത്രമാണ് നിങ്ങളുടെ ഓഡിയോയിൽ പറയുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് എഴുതാം? മാസ് എഴുതാം, വിത്ത് എ ന്യൂ മാസ്. അപ്പോൾ ഇവിടെ മാസ് എന്നുള്ളത് എന്താവും? കറക്റ്റായിട്ടുള്ള ആൻസർ ആവും. മനസ്സിലാവുന്നുണ്ടോ? മാസസ് എന്നാണെങ്കിൽ അതൊരിക്കലും ഇവിടുത്തെ ആൻസർ ആവില്ല. ബിക്കോസ് അവിടെ പ്ലൂറലാണ്, മാസസ് എന്ന് പറയുന്നത് പ്ലൂറലാണ്. നമുക്ക് വേണ്ടത് അവിടെ സിംഗുലർ ആയിട്ടുള്ള നൗൺ ആണ് അവിടെ വരേണ്ടത്. ആൻഡ് ഓഫ് കോഴ്സ് ലുക്ക് ലൈക്ക് എ ബിനൈൻ ഹെമൻജിയോമ എന്നല്ലേ പറയുന്നത്. ചഞ്ചലിന് മിസ്റ്റേക്ക് ആയതാണോ ഒന്നൊന്ന് ശ്രദ്ധിക്കുക. ന്യൂ മാസ് എന്നാണെങ്കിൽ അവിടെ മാസ് ആണ് ആൻസറായിട്ട് വരുന്നത്. അതിൻ്റെ അപ്പിയറൻസ് ലൈക്ക് പ്രോബബിലി ബിനൈൻ ഹെമൻജിയോമ എന്നുള്ള അപ്പിയറൻസിനെ വെച്ചിട്ട് അവർ പ്രോബബിലിറ്റി പറയുന്നതാണത് കേട്ടോ. പ്രോബബിലിറ്റി എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, പ്രോബബിൾ എന്നോ പ്രോബബിലിറ്റി എന്നോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബിനൈൻ ഹെമൻജിയോമ എന്ന് നമുക്കവിടെ ബിനൈൻ ഹെമൻജിയോമ എന്ന് അവിടെ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, സം കോണ്ടെക്സ്റ്റിലുണ്ടല്ലോ, ചില കോണ്ടെക്സ്റ്റിൽ ഇത് രണ്ടും അപ്ലിക്കബിളായിട്ടും വരാം. രണ്ടും ആൻസർ കീക്കകത്ത് രണ്ട് ഓപ്ഷൻസും അവർ തരും, മാസ് ഓർ ബിനൈൻ ഹെമൻജിയോമ. ഇത് കറക്റ്റായിട്ട് നമ്മുടെ ആൻസർ കീക്കകത്ത് ഇത് ചില കോണ്ടെക്സ്റ്റിൽ ഇങ്ങനെ തന്നെ വരും. ഐ ഹോപ്പ് ചഞ്ചൽ ഗോട്ട് ആൻ ഐഡിയ. ചഞ്ചലിന് ക്ലാരിറ്റി കിട്ടിയോ? ഓർ ലെറ്റ് മീ നോ, വിൽ ഗിവ് യു മോർ ക്ലാരിറ്റി. ശരി, ഞാൻ സരികയിലേക്ക് ഒരു ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. സരിക, ആർട്ടിക്കിൾസ് ഇമ്പോർട്ടൻ്റ് ആണോ? യെസ്, ആർട്ടിക്കിൾസിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ ഈ ഞാൻ വിചാരിച്ചതേ ഉള്ളൂ നമ്മൾ ഈ ഒരു സെഷനിൽ ആർട്ടിക്കിൾസ് ആരും ചോദിച്ചില്ലല്ലോ എന്ന്. ഐ തോട്ട് ഞാൻ തന്നെ ആർട്ടിക്കിൾസിനെ പറ്റി പറഞ്ഞ് നമ്മുടെ വ്യൂവേഴ്സിനെല്ലാം ആർട്ടിക്കിൾസിനെ പറ്റിയിട്ട് ഒരു കറക്റ്റ് ഐഡിയ ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്ത് പറയാതിരുന്നത്. എല്ലാ ലൈവിലും ഞാനിങ്ങനെ ആർട്ടിക്കിൾസിനെ പറ്റി പറയുന്നത് പോലെ തോന്നുമല്ലോ. ബട്ട് ഓഫ് കോഴ്സ് ടുഡേ ഓൾസോ നമുക്കൊരു ആർട്ടിക്കിളിനെ പറ്റിയിട്ടുള്ള ഒരു ഡൗട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ദാറ്റ്സ് ഫ്രം സരിക മോൾ. യെസ് സരിക, ആർട്ടിക്കിൾസിനെ പറ്റി പറയുമ്പോൾ എ ആൻഡ് ദ
ഓക്കെ, ഈ 3 കാര്യങ്ങളും നമ്മൾ ആദ്യമേ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരിക്കും. എ ഇസ് യൂസ്ഡ് വിത്ത് സിംഗുലർ കൗണ്ടബിൾ നോൺ സ്റ്റാർട്ടിങ് വിത്ത് കൺസണൻറ്റ് സൗണ്ട് അല്ലേ? സിംഗുലർ കൗണ്ടബിൾ നൗൺ സ്റ്റാർട്ടിങ് വിത്ത് കൺസണൻറ്റ് സൗണ്ടിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ സെയിം സിംഗുലർ കൗണ്ടബിൾ നൗൺ തന്നെയാണ്, പക്ഷേ വവൽ സൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ ഇസ് യൂസ്ഡ് എബവ് മെൻഷൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർ റൈറ്റ് ഓർ ലെഫ്റ്റ് എന്ന് സ്പെസിഫൈ ചെയ്യുമ്പോൾ, ഓക്കെ, റൈറ്റ് ഓർ ലെഫ്റ്റ് എന്ന് സ്പെസിഫൈ ചെയ്യുമ്പോൾ ആൻഡ് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സ്പെസിഫൈ ചെയ്യുമ്പോൾ ഒക്കെയാണ് നമ്മൾ ദ യൂസ് ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? എ ബയോപ്സി, ആൻ അൾട്രാസൗണ്ട്, ദ റൈറ്റ് ലെഗ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ യൂസേജ് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് അറിയാം. യു ആർ 100% ഷുവർ അബൌട്ട് വേ യു ക്യാൻ യൂസ് ദിസ് എ ആൻഡ് ദ. ഇത് നിങ്ങൾക്ക് അറിയാം. അതൊരു കോണ്ടെക്സ്റ്റ്. നെക്സ്റ്റ് കോണ്ടെക്സ്റ്റ്, നിങ്ങൾ കൃത്യമായിട്ട് ഓഡിയോയിൽ കേട്ടു എ ബയോപ്സി എന്ന് നിങ്ങൾ കേട്ടു, അല്ലെങ്കിൽ ആൻ അൾട്രാസൗണ്ട് എന്ന് നിങ്ങൾ കേട്ടു, അല്ലെങ്കിൽ ദ റൈറ്റ് ലെഗ് എന്ന് നിങ്ങൾ കേട്ടു. അപ്പോൾ നിങ്ങൾ കേട്ടാൽ എന്താണ്? നിങ്ങൾക്ക് 100% ഷുവറാണ്. ആൻഡ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിവിടെ ഓൾറെഡി എ ഡാഷ് എന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എ ഡാഷ് വാസ് ഓർഡേഡ്. ഓക്കെ, ഡാഷ് വാസ് ഓർഡർ, എന്തോന്ന് ഓർഡർ ചെയ്തു. സോ ഇറ്റ് ക്യാൻ ബി ഇൻവെസ്റ്റിഗേഷൻ അല്ലേ? ഇറ്റ് ക്യാൻ ബി ആൻ ഇൻവെസ്റ്റിഗേഷൻ. സോ അവിടെ നമ്മൾ എഴുതേണ്ടത് എ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെ ഇനി എ വേണ്ട, വീണ്ടും കൊടുക്കണ്ട, ബയോപ്സി എന്ന് മാത്രം കൊടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവിടെ എ ഇല്ലെങ്കിൽ, എ ഇല്ലാത്ത കോണ്ടെക്സ്റ്റിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ, ഡാഷ് വാസ് ഓർഡേഡ്. അവിടെ മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾ അവിടെ കേട്ടു, ഓഡിയോയിൽ കൃത്യമായിട്ട് എ ബയോപ്സി എന്ന് തന്നെ കേട്ടെങ്കിൽ ഐ യു ഷുവർ അബൌട്ട് ഇറ്റ്? ഐ യു 100% ഷുവർ അബൌട്ട് ഇറ്റ്? Okay, if you are 100% sure about it, you can provide articles. Or if you are not 100% sure, don't use articles എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ബിക്കോസ് ആർട്ടിക്കിൾസ് ആർ നോട്ട് മാൻഡേറ്ററി ഇൻ OET ലിസണിങ്. ഓക്കെ, OET ലിസണിങ്ങിൽ ആർട്ടിക്കിൾ യൂസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി ഓർ കമ്പൽസറി, ഈവൻ ദോ ദേ ആർ ദി പാർട്ട് ഓഫ് യുവർ ആൻസർ. നിങ്ങളുടെ ആൻസറിൻ്റെ പാർട്ടായിരിക്കാം എ ബയോപ്സി എന്നായിരിക്കും അത് അവിടെ പറയുന്നത്. സോ ആൻസർ എന്ന് പറയുന്നതും എ ബയോപ്സി തന്നെ ആവണം എന്നുള്ളത് ആൻസർ കീക്കകത്തുണ്ട്. പക്ഷേ എ എപ്പോഴും ഓപ്ഷണൽ ആയിരിക്കും. ഇപ്പം ഇവിടുത്തെ ആൻസർ കീക്കകത്ത് വരുന്നുണ്ടാവുക എ ബയോപ്സി, എ ബയോപ്സി. മനസ്സിലായോ? അപ്പോൾ എ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? ഇപ്പം 5ാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 5ൻ്റെ ആൻസർ എ ഇങ്ങനെ നമ്മൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടായിരിക്കും എ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ബ്രാക്കറ്റിൽ കൊടുക്കുക മീൻസ് ഇറ്റ്സ് ഓപ്ഷണൽ, ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ മാൻഡേറ്ററി എന്നുള്ള മീനിങ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾസ് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ അത് പാർട്ട് ഓഫ് യുവർ ആൻസർ ആണ്. ആൻഡ് ഇഫ് യു ആർ 100% ഷുവർ അബൌട്ട് ഇറ്റ്, യൂസ് ദി ആർട്ടിക്കിൾ. 100% ഷുവർ ആണെങ്കിൽ യൂസ് ചെയ്യാം. നിങ്ങൾ കേട്ടു, അപ്പോൾ നമുക്ക് 100% ഷുവർ ആണല്ലോ. ആൻഡ് നമുക്കറിയാം ഏത് കോണ്ടെക്സ്റ്റിലാണ് ആർട്ടിക്കിൾ എഴുതേണ്ടതെന്നുള്ളത്. സോ അപ്പോഴും എന്ത് ചെയ്യാം? ആർട്ടിക്കിൾ പ്രൊവൈഡ് ചെയ്യാം. ഇഫ് ലിസൺ ദെൻ വി നീഡ് യൂസ് ആർട്ടിക്കിൾ. ഇഫ് യു ലിസൺ ആൻഡ് ഇഫ് യു ആർ ഷുവർ അബൌട്ട് വാട്ട് ഇസ് ദി ആർട്ടിക്കിൾ, എ ആണോ ആനാണോ എന്നുള്ളത് ഷുവർ ആണെങ്കിൽ ഗോ വിത്ത് ആർട്ടിക്കിൾ. ആർട്ടിക്കിളുമായിട്ട് മുന്നോട്ട് പോകാം. ഇഫ് യു ആർ നോട്ട് ഷുവർ, പ്ലീസ് ഡോണ്ട് യൂസ് ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ യൂസ് ചെയ്തില്ല എന്ന് കരുതി നിങ്ങളുടെ മാർക്സ് റെഡ്യൂസ് ആവില്ല. ദർ ഇസ് നോ മാർക്ക് റിഡക്ഷൻ ഫോർ നോട്ട് ഇൻക്ലൂഡിങ് ആർട്ടിക്കിൾ ഇൻ യുവർ ലെറ്റർ, ഇൻ യുവർ ആൻസേഴ്സ്. നിങ്ങളുടെ ആൻസേഴ്സിൽ ആർട്ടിക്കിൾ ഇട്ടില്ല എന്ന് കരുതി മാർക്സ് പോവില്ല. പക്ഷേ യൂസ് ചെയ്യുന്നവരെപ്പോഴും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എവിടെ ആർട്ടിക്കിൾ യൂസ് ചെയ്യണം? ഓൾറെഡി ഗിവൺ ആണെങ്കിൽ ആർട്ടിക്കിൾ യൂസ് ചെയ്താലും നിങ്ങളുടെ മാർക്സ് പോവും. പ്ലൂറൽ സൗണ്ട്സിന് മുന്നിൽ നിങ്ങൾ എയും ആനും യൂസ് ചെയ്താലും നിങ്ങളുടെ മാർക്സ് പോകും. ഓക്കെ, അവിടെ മാർക്സ് നിങ്ങൾക്ക് പോകും. ക്ലിയർ ആവുന്നുണ്ടോ? സോ ആർട്ടിക്കിൾ യൂസേജിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, സരികയ്ക്ക് ക്ലിയർ ആയോ? യെസ്. സിംഗിൾ വേർഡ് ഓർ ഡബിൾ വേർഡ് യൂസ്. Tushara is asking single word, double word. Tushara, can you give me an example? Because I will get a clear idea about what you are asking. Can you give me a simple example? Single word or double word? Sarika got an idea. Okay, thank you, Sarika. Chanjal, where is Chanjal?
ചഞ്ചലിൻ്റെ ക്വസ്റ്റ്യൻ എനിക്ക് വന്നില്ല, റെസ്പോൺസസ് വന്നില്ല ആഫ്റ്റർ ദ ഡിസ്കഷൻ. തുഷാര, ഐ യു ആസ്കിങ് അബൌട്ട് ഇപ്പോൾ പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി ആ കൈൻഡ് ഓഫ് വേർഡ്സ് ആണോ ചോദിക്കുന്നത്? പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി എന്നുള്ളത് 2 വേർഡാണ്. അങ്ങനെയുള്ള വേർഡ്സിനെ പറ്റിയിട്ടാണോ ഐ യു ആസ്കിങ് തുഷാര? പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി എന്നുള്ളത് ലിസണിങ്ങിൽ നിങ്ങൾ ഹൈഫൻ ഇട്ടോ ഹൈഫൻ ഇടാതെയോ സിംഗിൾ വേർഡായിട്ടോ 1 വേർഡായിട്ടോ എഴുതാം. ബിക്കോസ് അവിടെ നമുക്ക് സിംഗിളായിട്ട് എഴുതിയാലും 1 വേർഡായിട്ട് എഴുതിയാലും ഹൈഫൻ ഇട്ടാലും ഹൈഫൻ ഇട്ടില്ലെങ്കിലും ദറ്റ് ഡസ് നോട്ട് അഫക്റ്റ് ദി മീനിങ്. അത് മീനിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, മീനിങ്ങിനെയോ പ്രൊനൗൺസിയേഷനോ അഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, സോ മീനിങ്ങിനെയും പ്രൊനൗൺസിയേഷനെയും അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾക്ക് 2 വേർഡ്സ് സിംഗിൾ വേർഡായിട്ട് എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇഫ് ഇറ്റ് അഫക്റ്റ് ദ മീനിങ് യു ഹാവ് ടു പ്രൊവൈഡ് സെപ്പറേറ്റ്ലി. ഇപ്പോൾ റീപ്രസൻറ്റഡ് എന്നുള്ളതാണെങ്കിൽ നമ്മൾ എല്ലാ തവണയും പറയാറുള്ളൊരു എക്സാമ്പിളാണ്. റീപ്രസൻറ്റഡ് എന്നുള്ളത് നമ്മൾ എങ്ങനെ തന്നെ എഴുതണം? 2 വേർഡായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതണം. ഇഫ് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ ഇതെന്താകും? റെപ്രസെൻറ്റഡ് ആകും, വിച്ച് ഹാസ് എ ഡിഫറെൻറ്റ് മീനിങ്. അതിന് വേറൊരു മീനിങ് ആണ്. ഇവിടെയാണ് വിസിറ്റഡ് എഗെയിൻ എന്നുള്ള ഓർ പ്രസൻറ്റഡ് എഗെയിൻ എന്നുള്ള മീനിങ് നമുക്ക് കൺവേ ചെയ്യാനായിട്ട് പറ്റുന്നത്. റെപ്രസെൻറ്റ് ചെയ്യുക മീൻസ് എന്താ? എന്തിലെങ്കിലും കാര്യത്തിനെ റെപ്രസെൻറ്റ് ചെയ്ത് നമ്മളവിടെ പോവുക എന്നുള്ള മീനിങ് ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ മീനിങ് കൺവേ ചെയ്യുന്നിടത്ത് കോപ്പറേഷൻ, യെസ് കോപ്പറേഷൻ പറയുന്നത് പോലെ തന്നെ മീനിങ് കൺവേ ചെയ്യുന്നുണ്ടെങ്കിൽ കൺവേ ചെയ്യുന്നില്ല എന്നെങ്കിൽ യു ക്യാൻ ഗോ വിത്ത് 1 വേർഡ്. ഓക്കെ, ഇപ്പോൾ ആൻറ്റി ഡിപ്രസൻസ് 2 വേർഡാണ്, പക്ഷെ ഒരുമിച്ച് എഴുതിയാലും അതിൻ്റെ മീനിങ്ങിനെ ബാധിക്കുന്നില്ല. മനസ്സിലായോ? ബട്ട് ഇൻ കേസ് ഓഫ് ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്നാണെങ്കിൽ ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി. ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ ഈ ആൻറ്റീൻ്റെ ഐയും ഇൻഫ്ലമേറ്ററിൻ്റെ ഐയും കൂടി വവലാണ്, ഒരുമിച്ച് വരും. അത് പ്രൊനൗൺസിയേഷനെ ബാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ആൻറ്റി എമറ്റിക്സ്. അപ്പം അങ്ങനെയുള്ള വേർഡ്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്ത് എഴുതണം. അല്ലാത്ത വേർഡ്സൊക്കെ മീനിങ് കൺവേ ചെയ്യുന്നില്ലെങ്കിൽ സിംഗിളായിട്ട് തന്നെ എഴുതുന്നതുകൊണ്ട് തെറ്റില്ല. മീനിങ് ആണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. മീനിങ്ങും സ്പെല്ലിങ്ങും ആണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. യെസ്, അഞ്ജന ഇസ് ആസ്കിങ്, പാർട്ട് എ ബ്രാക്കറ്റ്സിൽ ഷോർട്ട് ഫോംസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എഴുതിയാൽ മതിയോ, അത് ഫുൾ എഴുതണോ? ബ്രാക്കറ്റ്സിൽ ഷോർട്ട് ഫോം കൊടുക്കുക എന്നുള്ളത് ലിസണിങ്ങിൻ്റെ കോണ്ടെക്സ്റ്റ് ആണോ അഞ്ജന? ഐ തിങ്ക് അഞ്ജന ഇസ് ആസ്കിങ് അബൌട്ട് റീഡിങ് ഓർ റൈറ്റിംഗ് കോണ്ടെക്സ്റ്റിലാണോ സംസാരിക്കുന്നത്? ഐ ഡോണ്ട് നോ. അതായത് ലിസണിങ്ങിൽ നമുക്ക് ബ്രാക്കറ്റ്സ് ഇടുക എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ലല്ലോ. ലിസണിങ്ങിൽ നമ്മൾ കേൾക്കുന്ന കാര്യമല്ലേ, കേട്ടിട്ട് നമ്മളത് എഴുതുകയല്ലേ ചെയ്യുന്നത്. മനസ്സിലായോ? ബ്രാക്കറ്റ്സിൽ ഷോർട്ട് ഫോംസ്. അപ്പം അഞ്ജനയ്ക്ക് അതിലൊരു ക്ലാരിറ്റി ഞാൻ തരാം. അഞ്ജനയ്ക്ക് ഒരു ക്ലാരിറ്റി ഞാൻ തരാം. ബിക്കോസ് നമ്മളിപ്പം ഓഡിയോയിൽ ഷോർട്ട് ഫോം തന്നെയാണ് കേട്ടത്. ഇഫ് ഇറ്റ് ഇസ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നുള്ളൊരു വേർഡ്, പക്ഷേ പേഷ്യൻറ്റോ പ്രൊഫഷണലോ ദറ്റ് വേർഡ് ഹാവ് യൂസ്ഡ് ആസ് PTSD എന്നേ അവർ യൂസ് ചെയ്തിട്ടുള്ളൂ. ഓർ അവർ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നും പറഞ്ഞു ആൻഡ് PTSD എന്നും പറഞ്ഞു. 2 കോണ്ടെക്സ്റ്റ്. എനിവേ PTSD എന്ന് നിങ്ങൾ അവിടെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ലിസൺ ചെയ്തപ്പം എയ്തർ പ്രൊഫഷണൽ ഓർ ദി പേഷ്യൻറ്റ് ഹാസ് സെഡ് ഇറ്റ് ആസ് PTSD. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് PTSD എന്ന് തന്നെ ധൈര്യമായിട്ട് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ബിക്കോസ് ഓഡിയോയിൽ PTSD എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ ധൈര്യമായിട്ട് അത് PTSD എന്ന് തന്നെ കൊടുക്കാം. എക്സ്പാൻഡ് ചെയ്യാനായിട്ട് നിൽക്കണ്ട. ബട്ട് ഇഫ് ഇറ്റ് ഈസ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഓൺലി ഇൻ ദി ഓഡിയോയിൽ ഓൺലി പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ യു ഷുഡ് പ്രൊവൈഡ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഓൺ എ ഹോൾ. എക്സ്പാൻഡ് ചെയ്ത് തന്നെ എഴുതണം. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? അത്രയും ലെങ്തി ആയിട്ടുള്ള വേർഡ് അപ്പം തന്നെ ലിസണിങ്ങിൻ്റെ ഓഡിയോ പോകുമ്പോൾ തന്നെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ട. ആ ബ്ലാങ്കിൽ PTSD എന്ന് എഴുതി വെക്കുക. ദെൻ ഫൈനലി ഇൻ ദി 2 minutes യു ഹാവ് ടു എക്സ്പാൻഡ് ദാറ്റ് PTSD ഇൻ ടു പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ.
അതാണ് നമുക്ക് ലിസണിങ്ങിൻ്റെ കോണ്ടെക്സ്റ്റ്. യെസ്, അഞ്ജന ഇസ് ആസ്കിങ് അബൌട്ട് റീഡിങ്. സോ ഐ ഗെറ്റ് യു. സോ എനിക്ക് തോന്നി റീഡിങ്ങിനെ പറ്റിയിട്ടായിട്ടും പറയുന്നത് എന്നുള്ളത്. സോ റീഡിങ്ങിനെ പറ്റിയിട്ടുള്ള എക്സ്പെർട്ട് അഡ്വൈസിനായിട്ട് നമുക്ക് റീഡിങ്ങിൻ്റെ ഐശ്വര്യ മാമും ബിന്ദു മാമും കൂടി ബിന്ദു മാം കണ്ടക്ട് ചെയ്യുന്ന റീഡിങ് വീക്ക്ലി ലൈവ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചിട്ട് അഞ്ജനയെ അറിയിക്കാം കേട്ടോ. പാർട്ട് എയുടെ ബ്രാക്കറ്റ്സിൽ ഷോർട്ട് ഫോംസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എഴുതിയാൽ മതിയോ എന്നുള്ളത് ഐ വിൽ ബി ഇൻഫോമിങ് ദം ആൻഡ് ദേ വിൽ ബി ഗിവിങ് യു കറക്റ്റ് ആൻസർ. ഓക്കെ, ശരി. ദെൻ നെക്സ്റ്റ് വൺ തുഷാര, താങ്ക് യു. ഓക്കെ, വെൽക്കം. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഗോട്ട് എൻ ഐഡിയ അബൌട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതിൽ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. പാർട്ട് എ, പാർട്ട് ബി ആൻഡ് പാർട്ട് സി. സോ ഈ ദിവസങ്ങളിൽ നിങ്ങൾ റിവൈസ് ചെയ്യുക. സ്പെല്ലിംഗ് മിസ്റ്റേക്സുകൾ നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് വരുത്താറുള്ള വേർഡ്സൊക്കെ ഒന്നും കൂടി ഒന്ന് പഠിച്ച് ഒന്ന് തരമാക്കുക. അതുപോലെ തന്നെ പാർട്ട് ബിയിലും സിയിലും ഒക്കെ എല്ലാ ആൻസേഴ്സും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക. ലൊസേഞ്ചസ് ഒക്കെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ പ്രാക്ടീസിൽ ഉൾപ്പെടുത്താത്തവർ എക്സാമിന് പോയി ലൊസേഞ്ചസ് ഷെയ്ഡ് ചെയ്യുക എന്നുള്ള കാര്യം തന്നെ ചെയ്യണം. വേണമെങ്കിൽ ഈ ഒരു 3 ദിവസം നിങ്ങൾക്ക് ലൊസേഞ്ച് ഷെയ്ഡ് ചെയ്തുള്ള ആക്ടിവിറ്റീസ് ചെയ്യാം. അതായത് നിങ്ങളിപ്പോൾ ഒരു ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോട്ട്ബുക്കിൽ തന്നെ ഈ 3 ദിവസം ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് ചെയ്യുക. 1 2 3 നിങ്ങൾ വേർഡ്സ് തന്നെയാണ്. 25 എഴുതുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെയും കൂടി A B C ഇങ്ങനെ വരച്ചിട്ടേക്കുക. 26നും A B C ഇങ്ങനെ വരച്ചിട്ടേക്കുക. ആൻഡ് നിങ്ങൾ വൈൽ ഡൂയിങ് ദി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലൊസേഞ്ച് ഏതാണോ കറക്റ്റായിട്ട് തോന്നുന്നത് ആ സർക്കിൾ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ഇവിടെ C ആണെങ്കിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. എവിടെ? ഈ 3 ദിവസത്തെ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് നിങ്ങൾ എഴുതുന്ന പ്രാക്ടീസിൽ ഇങ്ങനെയും കൂടി ചെയ്തു പോവുക. ബിക്കോസ് എക്സാമിന് നിങ്ങൾ അവിടെ ചെന്നിട്ട് ഇതാണ് ചെയ്യേണ്ടത്. ഫോർ പാർട്ട് ബി ആൻഡ് പാർട്ട് സി അവിടെ ചെന്നിട്ട് സ്ട്രഗിൾ ചെയ്യാനായിട്ട് പാടില്ല. സോ ആ ടാക്ടിക്സുകളൊക്കെ ഇപ്പോൾ തന്നെ മനസ്സിലാക്കി എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഷെയ്ഡ് ചെയ്യാൻ പറ്റുക അതൊക്കെ മനസ്സിലാക്കി വെച്ചേക്കുക. ദാറ്റ്സ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് എക്സാമിന് ഇപ്പോൾ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഫ്രൈഡേ, എക്സാമിന് തൊട്ട് മുന്നേയുള്ള ഫ്രൈഡേ ഇസ് ഫോർ റിലാക്സേഷൻ. കംപ്ലീറ്റ് റിലാക്സേഷന് വേണ്ടിയിട്ടും സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ആ ദിവസം കൺസിഡർ ചെയ്യേണ്ടത്. ആൻഡ് ഓഫ് കോഴ്സ് അതിന് ശേഷമുള്ള സാറ്റർഡേ മോർണിംഗ്, എക്സാമിൻ്റെ അന്നത്തെ ദിവസം മോർണിംഗിൽ തന്നെ നമ്മൾ നേരെ ഹോളിലേക്ക് ചെന്നിട്ട് ആദ്യം കേൾക്കുന്നത് നമ്മുടെ പ്രാക്ടീസ് എക്സാമിനായിട്ടുള്ള ഓഡിയോ ആവരുത്. അന്നത്തെ ദിവസം വൈൽ ട്രാവലിംഗ് ഓർ ബിഫോർ എൻ്ററിങ് ദ ഹോളിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒക്കെ ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഫെമിലിയർ ആയിട്ടുള്ള ഇംഗ്ലീഷ് ഓഡിയോസ് കേട്ടുകൊണ്ടിരിക്കണം. ഏത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഏതെങ്കിലും പ്രാക്ടീസ് മെറ്റീരിയൽ അറിയാവുന്നത് ഫെമിലിയർ ആയിട്ടുള്ളത് കേൾക്കുക. ഓർ എ മോട്ടിവേഷണൽ സ്പീച്ച് ഓർ എനിത്തിങ് ഇൻ ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും അന്ന് രാവിലെ ഒന്ന് ലിസൺ ചെയ്തേക്കുക. ബിക്കോസ് നിങ്ങളുടെ ബ്രെയിൻ ഒന്ന് പ്രിപ്പയർഡ് ആയിട്ട് റെഡി ആയിട്ട് ഇരിക്കാൻ പറ്റും ഇന്ന് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതിൽ. ഓക്കെ, അപ്പോൾ യു വിൽ ബി മോർ കോൺസെൻട്രേറ്റഡ് ഓർ മോർ ഫോക്കസ്ഡ് ഇൻ യുവർ എക്സാംസ്. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ഐ ഹോപ്പ് യുവർ ക്വയറീസ് ആൻഡ് ഡൗട്ട്സ് ആർ ക്ലിയർഡ്. ആൻഡ് ഇഫ് യു ഹാവ് മോർ ക്വയറീസ് ആൻഡ് ഡൗട്ട്സ് പ്ലീസ് ആസ്ക് മീ ഇൻ ദി കമൻറ്റ് സെക്ഷൻ. വിൽ ബി റിപ്ലൈയിങ് യു സൂൺ. അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈസ് ഒക്കെ കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ആൻഡ് all the very best for your candidates who are going to appear in August 3rd examinations. So do well, be determined with your exams and practice sessions. So all the very best wishes for your exams. Okay, so thank you so much for listening and thank you so much for participating. And this is Reshma Karthika. Stay tuned for this Thursday's live session as well. Okay, thank you.